സ്നാപ്ഡ്രാഗൺ 7 പ്ലസ് ജെൻ 3 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 7 സീരീസിൽ വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൂടിയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 7 പ്ലസ് ജെൻ 3 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 4nm പ്രോസസ്സറാണ്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒക്ടാ കോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 2.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ൻ്റെ ഒരു പ്രൈം കോറും 2.6 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 4 പെർഫോമൻസ് കോറുകളും അതുപോലെ തന്നെ 1.9 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A520യുടെ 3 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. CPU പെർഫോമൻസ് ഒക്കെ 15% ബെറ്റർ ആണ് എന്നാണ് അവർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ 7 പ്ലസ് ജെൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം. പിന്നെ GPUവിൻ്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 7 പ്ലസ് ജെൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 45% ബെറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ CPU പെർഫോമൻസും അതുപോലെ തന്നെ GPU പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ അഡ്രീനോ ഫ്രെയിം മോഷൻ എഞ്ചിൻ 2.0 പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഗെയിം പോസ്റ്റ് പ്രോസസ്സിംഗ് ആക്സിലറേഷൻ പോലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ പവർ എഫിഷ്യൻസി 5% ബെറ്റർ ആയിരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 4200 MHz ക്ലോക്ക് ചെയ്യുന്ന LPDDR5Xൻ്റെ റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 24 GB റാം വരെയാണ് വരുന്നത്. UFS 4.0 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ ഡിവൈസ് ജനറേറ്റീവ് AI എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കുറേ LLM അതുപോലെ തന്നെ LVM ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാമ 2, ജെമിനി നാനോ ഇതുപോലുള്ള പല ലാംഗ്വേജസും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മൾട്ടി ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ പോലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം കുറേ AI ഫീച്ചേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരിക. ഡിസ്പ്ലേയുടെ എത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4K ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ 4K ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുള്ളൂ. Quad HD റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ HDR10, HDR10+, HDR Vivid അതുപോലെ തന്നെ ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിൽ ഇതിൽ 18-bit ട്രിപ്പിൾ ISP ആണ് വരുന്നത്. 200 MP ക്യാമറ സെൻസർ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 0 ഷട്ടർ ലാഗിൽ 108 MP ക്യാമറ സെൻസർ വരെ സപ്പോർട്ട് ചെയ്യും. ഡ്യുവൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 64+36 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ട്രിപ്പിൾ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 36+36+36 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 4K HDR 60 FPS വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ കോൾകോം ഫാസ്റ്റ് കണക്ട് 7800 മൊബൈൽ കണക്ടിവിറ്റി സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. Wi-Fi 7ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഡൗൺലോഡ് സ്പീഡ് വൈഫൈയുടെ കാര്യത്തിൽ 5.8 GB/s വരെ എത്തുന്നതായിരിക്കും. പിന്നെ ബ്ലൂടൂത്ത് 5.4ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5Gയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ X63 5G മോഡം ഇതിൽ കൊടുത്തിട്ടുണ്ട്. mmWave ടെക്നോളജിയും അതുപോലെ തന്നെ sub-6 GHz വരുന്ന 5G കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 4.2 GB/s വരെ എത്തുന്നതായിരിക്കും. പിന്നെ USB 3.1 Gen 2ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇനീഷ്യലി ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ഓൾറെഡി OnePlusൻ്റെ OnePlus Ace 3V എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ OnePlus Nord 4 എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം. അതുപോലെ തന്നെ Realme GT Neo 6 SE എന്നുള്ള സ്മാർട്ട് ഫോണിലും ഈ ഒരു പ്രോസസ്സർ വന്നേക്കാം. മറ്റ് പല ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ഒരു 25,000 to 40,000 അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ കണ്ടേക്കാം. ഒരു 30,000 രൂപയ്ക്ക് താഴെയൊക്കെ ഈ ഒരു പ്രോസസ്സർ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയായിരിക്കും. എന്തായാലും സ്നാപ്ഡ്രാഗൺ 7 പ്ലസ് ജെൻ 3 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.